കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങൾ വലിയ തോതിൽ ചരിത്രം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ അജണ്ട സെറ്റ് ചെയ്യാനും ഒക്കെ ശ്രമം നടത്തുന്നു. വലിയ വിമർശനമാണ്. പത്രങ്ങൾ കഴിഞ്ഞ് അടുത്ത കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചാനലുകളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രാത്രി 9 മണിക്ക് 8:30 10 മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചാനലിൽ ഒരു പ്രധാന ചർച്ചയുണ്ട്, അവരുടെ ഡിബേറ്റ്. ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് അന്നന്ന് നടക്കുന്ന സംഭവവികാസങ്ങളെ പ്രധാനമായിട്ടും വിശകലനം ചെയ്യുക. അതിന് 3-4 രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ, ഇനി മഴയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ആളുകൾ, ഇങ്ങനെയൊക്കെയാണ്. പിയേഴ്സൺ മാഷൊക്കെ തുടക്കം മുതൽ തന്നെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുത്തത്. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചകളുടെയൊക്കെ സ്വഭാവം മാറി. ഈ ചർച്ച നടത്തുന്ന ആൾ മീഡിയേറ്റർ എന്നതിനപ്പുറത്തേക്ക് അയാൾ ഒരു ഒരു എൻ്റെ ഷോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. ഇത് എൻ്റെ ഷോയാണ്, എൻ്റെ ഷോയിൽ എങ്ങനെ കാര്യങ്ങൾ വേണം എന്നാണ്. പണ്ടങ്ങനെയല്ല. എന്താണ് സംഭവം, അവർ തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാനായിട്ട് ഒരു മധ്യസ്ഥൻ്റെ റോളാണ് വഹിച്ചത്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, TG മോഹൻദാസ് അദ്ദേഹത്തെ ചില പരാമർശങ്ങളുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഏതാണ്ട് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണോ അറസ്റ്റ് ചെയ്തത് എന്നത് സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്തു, കോടതിയിൽ എത്തിച്ചു, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, അയാൾ പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ നാണക്കേടുണ്ടാക്കി. ഉടനെ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ പോലീസ് ഇയാളെ പിടികൂടി. അപ്പോൾ ഇതേ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ, കേരളത്തിൽ പറയും, ഇതാ വിഷം വമിക്കുന്ന നാവിൻ്റെ ഉടയമ്മയായ TG മോഹൻദാസിനെ ഇതുവരെ പിടികൂടിയില്ല, 11 ദിവസമായി അദ്ദേഹം വിഷം വമിച്ചിട്ട്. ശരിയാണ്, TG മോഹൻദാസ് താൻ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കാമായിരുന്നു. ഇനി അതല്ല, തൻ്റെ പ്രസ്താവനകൾ അങ്ങേയറ്റം വിഷം വമിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ യൂട്യൂബിൽ നിന്ന് അത് റിമൂവ് ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. സ്വന്തം വീട്ടിൽ കഴിയവെയാണ് ഞായറാഴ്ച വൈകിട്ട് എന്ന് TGയെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ TG മോഹൻദാസിനോട് കേരളത്തിലെ വിഷ്വൽ മീഡിയയ്ക്ക് എന്താണ് ഇത്ര വിരോധം? സാധാരണ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പിയേഴ്സൺ മാഷൊക്കെ ആദ്യഘട്ടത്തിൽ പോകുമ്പോൾ എത്ര സമയം സംസാരിക്കാൻ പറ്റും, എവിടേക്ക് ഇടപെടാൻ പറ്റുമെന്ന് മാഷ് അറിയാം. പക്ഷെ ഇപ്പോൾ മാഷ് അധികം ചർച്ചകളിൽ പോകുന്നില്ല. ഇതിൻ്റെ കാരണം അവർക്ക് താല്പര്യമുള്ള രീതിയിലല്ല മാഷ് സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് TGയുടെയും പ്രശ്നം. BJPക്കെതിരെയോ RSSനെതിരെയോ ഒക്കെ ചില വാദങ്ങളൊക്കെ വരുമ്പോൾ വസ്തുതകളും അതുപോലെ തന്നെ സത്യങ്ങളും ഒക്കെ നിരത്തിക്കൊണ്ട് ഈ ആങ്കർമാർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ TGക്ക് പലപ്പോഴും സാധിക്കും. TGയെ നിശബ്ദരാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ കൂട്ടമായിട്ട് ഒരേ സ്വരത്തിൽ പറയുന്നു, വിഷം വമിപ്പിച്ച, വിഷം വർജിച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അദ്ദേഹം പറഞ്ഞ ജന്തർ മന്ദറിലെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് 2 വീഡിയോയിൽ വന്നാണ്. അത് കമ്പയർ ചെയ്തിട്ടാണ് അവതരിപ്പിച്ചത്. ഇതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഇങ്ങനെ വഴി പിഴച്ച് അല്ലെങ്കിൽ വഴി തിരിഞ്ഞു പോകുന്നു എന്നൊക്കെ ജനങ്ങൾ തന്നെ വിമർശിക്കുന്നത്? അല്ല, ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പൊസിഷനിങ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വളരെ പ്രാധാന്യത്തോടു കൂടി അവർ നിർവഹിക്കുന്നത് അവർക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. റേറ്റിംഗ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് വരുന്നത്. എങ്ങനെ പൊസിഷൻ ചെയ്യണം, ഇപ്പോൾ ഈ റേറ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് ആണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് പ്രശ്നം. ഇപ്പോൾ റേറ്റിംഗ് കിട്ടാൻ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പോലും നമ്മൾ ചില വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്താൽ അത് കാണുന്നതിനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ വേറെ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും, നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം. അതായത് അങ്ങനെ വരാറ്. ഇത് ദൃശ്യമാധ്യമങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് അവർക്ക് അന്നത്തെ റേറ്റിംഗിൽ ഏറ്റവും മികച്ച പൊസിഷനിലേക്ക് എത്തണം. അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് യോജിച്ചതുപോലും ആകണമെന്നില്ല. മാധ്യമപ്രവർത്തനത്തിന് യോജിച്ചതാകണമെന്നില്ല എന്ന് പറയാൻ കാരണം, മാധ്യമപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മാധ്യമപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം സത്യം കണ്ടെത്തലാണ്. സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പല ആംഗിളുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർത്തുക, ആ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ മാർക്സിസത്തെക്കുറിച്ചൊരു ചർച്ച നടത്തുകയാണ്. അപ്പോൾ മാർക്സിസത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളെ വിളിച്ചിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ചർച്ച നടത്തുന്നത്. ഇപ്പോൾ മഴക്കാലത്തെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയാണെന്ന് വിചാരിക്കാം. കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്ന അവരെ വിളിച്ചിരുത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യും, ആ ചർച്ച. മാധ്യമത്തെക്കുറിച്ചാണ്,
മീഡിയയെക്കുറിച്ചാണ് ഡിസ്കഷൻ നടക്കണമെന്ന് വെച്ചാൽ മീഡിയയെക്കുറിച്ച് പഠനം നടത്തുന്നതായിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തിയിട്ടാണ് അത് നടത്തേണ്ടത്. ശാസ്ത്രത്തെക്കുറിച്ച് പ്രത്യേക ഇപ്പോൾ പലപ്പോഴും ശാസ്ത്ര വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ടി വരും. ആ ശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അതിൽ എക്സ്പെർട്ടുകളായ ആളുകളാണ് കൊണ്ടുവരുന്നത്. സിനിമയിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും സിനിമാറ്റിക് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് വിളിച്ചിരുത്തുക, ചിത്രകലയെക്കുറിച്ച്. അങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതാത് മേഖലയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും അതിൽ പാരമ്പര്യം കാണിക്കുകയും അതേപോലെ തന്നെ പ്രാഗൽഭ്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾ എന്ന് പറയുന്നവർ അത്ര എക്സ്പെർട്ട് ആവണമെന്നില്ല. ഉദാഹരണത്തിന് രാഷ്ട്രീയ ചർച്ചകൾ നടത്തുമ്പോൾ വെറുതെ വഴി പോകുന്ന ആളിലേക്ക് വിളിച്ചിരുത്തി ചർച്ച നടത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഈ ആങ്കറിലേക്ക് വരികയാണ് തിരിച്ചു വീണ്ടും. ആങ്കറാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം അല്ലേ? ടെലിവിഷൻ അവതാരകൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ചില ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് അദ്ദേഹം അവതരിപ്പിക്കുന്ന സമയത്താണ് ആ ഷോ എന്ന് പറയുന്നത് അയാളുടെ ഷോ ആയിട്ട് മാറും. അതാണല്ലോ സിനിജി പറഞ്ഞത്. അത് അയാളുടെ ഷോ എന്റെ ഷോ ആണെന്ന് പറയാതെ പറഞ്ഞിരുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു. ഇന്നത്തെ ഏതാണ്ട് എല്ലാ ചർച്ചകളിലും ആങ്കർമാരുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ആങ്കർമാർ അങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ പഠിപ്പിച്ചത് അർണബ് ഗോസ്വാമി എന്ന് പറയുന്ന ആങ്കറാണ് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അയാള് വളരെ അഗ്രസീവായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള സബ്ജക്റ്റ് എക്സ്പെർട്ടുകളെ പോലും ആക്രമിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അവരെ കൊണ്ട് സ്ഥാപിപ്പിച്ച് അങ്ങനെ അയാളുടെ ഷോ ആയിട്ട് അർണബ് ഷോ ആയിട്ട് മാറി. കേരളത്തിലെ നമ്മുടെ ടെലിവിഷൻ അവതാരങ്ങളിൽ ബഹുഭൂരിപക്ഷ ആളുകളും അർണാബുമാരാവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇതിങ്ങനെ തിരിഞ്ഞു പോയത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചർച്ചകൾ നടന്നിരുന്നത്. ആ ചർച്ചയിലേക്ക് പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള അവസരം അവർ തരണം. പക്ഷേ അവസരം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടൈം സ്ലോട്ട് ഉണ്ട്. ആ ടൈം സ്ലോട്ട് നമുക്ക് കൂടുതൽ വരാൻ അവർക്ക് പറ്റില്ല. കാരണം അവർ അതിൻ്റെ മീഡിയേറ്ററാണല്ലോ. ശരി, അതെ, അവതാരകൻ എന്ന് പറഞ്ഞാൽ മീഡിയേറ്ററായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 4 പേര് വന്നിരുന്ന് സംസാരിക്കണം. 4 പേർക്കും തുല്യമായിട്ട് സമയം കൊടുക്കാൻ പാടുള്ളൂ. ഒരാളെടുക്കുന്ന സമയം അത്രയും സമയം മറ്റേ ആൾക്ക് കൊടുക്കണം. അങ്ങനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണ സമയത്ത് ഇതിനൊരു ടൈം സ്ലോട്ട് കൊടുക്കും. ചിലപ്പോൾ ഒരു 3 മിനിറ്റ്. ആ 3 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല സംസാരിക്കുന്ന ആള്. അത് സംസാരിക്കാൻ ഇരിക്കുന്ന സബ്ജക്റ്റ് എക്സ്പെർട്ടിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം പലരും കീപ്പപ്പ് ചെയ്യാറില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് അവതാരകന് കയറി ഇടപെടേണ്ടി വരും. ആ ഇടപെടൽ വളരെ കൂടുതലാണെന്ന് പുറത്തത് കേൾക്കാനിരിക്കുന്നതായിട്ടുള്ള പ്രേക്ഷകർക്ക് തോന്നുകയും ചെയ്യും. കാരണം അയാൾ സംസാരിച്ച് ഒന്നും പറഞ്ഞുകൊണ്ടിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും തന്നെ അയാളെ നിർത്തി അടുത്ത ആളിലേക്ക് പോകും. എന്നുവെച്ചാൽ ഇപ്പോൾ സിനിജി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആങ്കർ ഇടപെടുകയാണ് ചെയ്യുന്നത്. നിർത്തും നിലക്ക്. എന്നിട്ട് വേറെ ചോദ്യം ചോദിക്കുന്നു, വേറെ ആളിലേക്ക് പോകുന്നു. നിങ്ങളുടെ സംഭാഷണം വായിൽ എയറിൽ വെറുതെ പൊലിഞ്ഞു പോകുന്നു. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഈ സബ്ജക്റ്റ് എക്സ്പെർട്ടായിട്ട് വരുന്ന ആൾക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരാളുടെ സ്ഥിതി അങ്ങനെയല്ല. ഒരാളുടെ സ്ഥിതി മാത്രമല്ല, എല്ലാവരുടെ സ്ഥിതി എങ്ങനെയാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആർക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് നിർവഹിക്കാനായിട്ട് കഴിയാതെ പോവുകയും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന തോന്നലുണ്ടാകുകയും ചെയ്യും. ഇപ്പോഴത്തെ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അതൊരു സംവാദമല്ല. ശരിക്കും പറഞ്ഞു, ഒരാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു പറയും. അതിൻ്റെ മറുപടിയൊന്നും മറ്റൊരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞു, വേറെ ആൾ പറയാനുള്ളത് അവർ പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടാവും, തെറിവിളികൾ വരെ ഉണ്ടാവും. വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് മാറിക്കഴിയുമ്പോൾ ഈ നമ്മളുടെ വീട്ടിൽ നമ്മളിങ്ങനെ ഈ ടെലിവിഷൻ തുറന്നു വെച്ച് ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മാത്രമല്ലേ കേൾക്കുന്നത്, വീട്ടിൽ നമ്മളുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഇത് കേൾക്കും.
അപ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ വളരെ മോശമായി പോയല്ലോ, അവരിത് കേൾക്കുമല്ലോ എന്ന് തോന്നും. നമ്മൾക്കും കേൾക്കാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പൊതുവെ എന്ന് പറയുന്നത് ഈ ചർച്ചകളോട് വലിയ വിമുഖത ഉണ്ടാവുകയും ഇന്ന് യഥാർത്ഥത്തിൽ അത് കാണുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ആങ്കർമാർ റേറ്റിങ്ങിനെ കേന്ദ്രീകരിച്ച് അവരുടെ ചർച്ചയെ മാറ്റി തീർക്കുന്നതിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ സംസാരിക്കാനായിട്ട് നിൽക്കുന്ന ആങ്കർ പ്രേക്ഷകരോടും അതേപോലെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നതായിട്ടുള്ള സബ്ജക്റ്റ് എക്സ്പെർട്ടുകളോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ ഷോ ആണ്, ഞാൻ നിശ്ചയിക്കുന്നത് പോലെ എൻ്റെ അജണ്ടയ്ക്കനുസരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കണം, നടക്കാതെ വന്നാൽ ഞാൻ അതിൻ്റെ ഇടപെടും എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഫലമായിട്ടാണ്. യഥാർത്ഥത്തിൽ ആങ്കറുടെ ജോലി എന്ന് പറഞ്ഞതിനിടയിൽ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളെ ഏകോപിപ്പിച്ച് അവരുടെ അഭിപ്രായം കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആങ്കറിൻ്റെ റോൾ വളരെ ചെറുതാണ്. ഇവിടെ ഇപ്പോൾ മാഷ് പറയുന്നതനുസരിച്ച് 3-4 ഗസ്റ്റുകൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. ഈ ഗസ്റ്റുകൾ പങ്കെടുക്കുമ്പോൾ ആങ്കർക്ക് താല്പര്യമില്ലാത്ത, ആങ്കർ പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ പറയുമെങ്കിൽ അതിനകത്ത് ആങ്കർ ഇടപെടും. എന്നിട്ട് വെറുതെ അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാഷ് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. മാഷ് നാളെ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പോവില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളും എല്ലായ്പ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി BJP ആണ്. CPM കൂടുതൽ സ്പേസ് കൊടുക്കും, കോൺഗ്രസിന് കൊടുക്കും, മറ്റ് കക്ഷികൾക്കൊക്കെ കൊടുക്കുമെങ്കിലും BJPയെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും BJPയുടെ നേതാക്കളുടെ ഉത്തരമുട്ട്. കാരണം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയമല്ല കേരളത്തിലെ രാഷ്ട്രീയം. ഉത്തരേന്ത്യയിൽ പറയുന്ന പോലെ പല കാര്യങ്ങളും കേരളത്തിൽ പറയാൻ പറ്റില്ല. അവിടുത്തെ ബീഫ് അല്ലെങ്കിൽ ആളുകളെ കൊന്നു അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ ഇവിടെയും വേറെ ആയിട്ട് വരും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾക്ക് പോകുമ്പോൾ TG വളരെ കൃത്യമായിട്ട് ഇതിനൊക്കെ ഉത്തരം പറയുമായിരുന്നു. പല ആങ്കർമാർ ചോദിക്കുമ്പോൾ അവർ പരിഹസിക്കാനാണ് BJP പ്രതിനിധികളെ കൊണ്ടിരുത്തിയെങ്കിൽ അതിന് യുക്തവും അതുപോലെ കൃത്യവുമായ മറുപടി TG കൊടുക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് TGയെ ഇത്തരം ചർച്ചകളിൽ വിളിക്കാതായി. പിന്നീട് TG ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ചർച്ചകളെ വളരെ കൃത്യമായിട്ട് നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കാനായിട്ട് തുടങ്ങി. അതും സംഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇയാളെ പിടികൂടി. എന്തുകൊണ്ട് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ സൈദ്ധാന്തികരെ പിടികൂടുന്നില്ല? ഒരേ സ്വരത്തിൽ മാധ്യമങ്ങളുടെ ആങ്കർമാർ ചോദിച്ചു തുടങ്ങി വളരെ മോശമായ ഭാഷയിൽ. അതുകൊണ്ട് TG പറഞ്ഞതിനെ ശരിയാണോ തെറ്റാണോ എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ശത്രുവായിട്ട് TG മാറി. നാളെ മാഷും ഇതുപോലെ പറഞ്ഞു നോക്ക്. അവരുടെ വായ അടപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അവരുടെ ശത്രുപക്ഷത്തേക്ക് മാഷും മാറ്റപ്പെടുകയില്ലേ? അല്ല, ചർച്ചയിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മെസ്സേജ് അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. മോശമായ ഭാഷയിൽ നമ്മളൊരിക്കലും സംസാരിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മളാണ് അതിൻ്റെ അകത്ത് ശരിക്കും ഫിൽട്ടർ നടത്തേണ്ടത്. പിന്നെ ഞാൻ ഒരുപാട് കാലങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഒരിക്കലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളുടെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊരു മോശമായിട്ടുള്ള അഭിപ്രായം നമ്മളാൽ നാം നിർമ്മിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് ചർച്ചയുടെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ വാക്കുകളിങ്ങനെ കൈവിട്ട് പോകാനുള്ള അല്ലെങ്കിൽ വാവിട്ട് പോകും. അതെ, ഇതിനെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. പിന്നെ ലൈവാണ്, അതെ, ഒന്നും ചെയ്യാനില്ല, ഒന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അയ്യോ അബദ്ധമായി പോയി പറഞ്ഞത് എന്ന് അതിപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കാലം ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാനങ്ങനെ പോകാറില്ല. ശരിയാണ്. ഈ ആദ്യകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഏഷ്യാനെറ്റ് വരുന്നു, അത് കഴിഞ്ഞ് ഇന്ത്യ വിഷൻ വരുന്നു, പിന്നെ മലയാള മനോരമ വരുന്നു, പിന്നെ മാതൃഭൂമി, അങ്ങനെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ മിക്കവാറും എല്ലാ സമയങ്ങളിലും തന്നെ എല്ലാ ദിവസങ്ങളിലും ചർച്ചയിൽ പോകുമായിരുന്നു. ഒരു ദിവസം തന്നെ 1-2 ടെലിവിഷനിലേക്ക് പോകുന്ന കാലമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു ടെലിവിഷനിലും വളരെ കുറവാണ്, 3-4 ഒക്കെ ഉള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. അതെ, അന്ന് പക്ഷേ നമ്മൾ 3-4 ഉള്ളെങ്കിൽ പോലും നമ്മൾ ഈ 3-4 ഒക്കെ ഏതാണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു കാലമാണ്. അതിന് പിന്നീട് മാറ്റം വരുന്നത് നമുക്ക് അതിനകത്തുള്ള താല്പര്യം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ആങ്കറിങ് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സിനേജ് പറഞ്ഞ കാര്യം BJPക്ക് സ്പേസ് കൊടുക്കാന്നല്ല, BJP സ്പേസ് ഉണ്ട്. ശരി, കേരളത്തിലെ മാധ്യമങ്ങൾ
മൂന്ന് പാർട്ടികൾക്കും നല്ല സ്പേസ് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. BJPക്കും കോൺഗ്രസിനും അതേപോലെ തന്നെ CPM CPMനും. CPM ഇവർ മൂന്നുപേരുണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെ ചർച്ച കേൾക്കാൻ ആവശ്യമായിട്ടുള്ള പ്രേക്ഷകരെ കിട്ടും. നമ്മൾ വിചാരിക്കുന്നവരെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്തില്ല. BJPക്ക് ഒരു നല്ല പ്രേക്ഷക സമൂഹമുണ്ട്, കോൺഗ്രസിന് ഒരു നല്ല പ്രേക്ഷക സമൂഹമുണ്ട്, CPMനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് മൂന്ന് പേർക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ചർച്ച നമ്മളെടുത്താൽ ആ ചർച്ചയിൽ ഇവർ മൂന്ന് പേരുണ്ടാവും. ചിലപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ ഒരാളെ വെക്കും. ആ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ CPMൻ്റെ രാഷ്ട്രീയ നിരീക്ഷകരായിരിക്കും, അല്ലെങ്കിൽ BJPയുടെ ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയിരിക്കും. നിഷ്പക്ഷമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വളരെ അപൂർവമാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഉള്ള ആളുകളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉള്ള ആളുകൾക്ക് ഒരു പരിഗണനയും കിട്ടാറുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവർ കൃത്യമായിട്ട് അറിയാം, മാധ്യമത്തിൻ്റെ ആങ്കർമാർക്ക് കൃത്യമായിട്ട് അറിയാം ഇയാൾ ആരാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരാൾ BJPയെ സഹായിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ CPMനെ സഹായിക്കുന്ന ആളാണോ എന്നറിയാം. എല്ലാരെങ്കിലും ഒരാൾ വെക്കും. അവർക്ക് സ്പേസ് കുറവാണ് ശരിക്കും ഈ ചർച്ചയിൽ. കാരണം ഈ മൂന്ന് പാർട്ടിക്കും ആണ് പ്രേക്ഷകരുള്ളത്. അതുകൊണ്ട് ആ മൂന്ന് പാർട്ടിക്കാർക്കും എന്ത് ചെയ്യുന്നത്, ഇവർ സ്പേസ് കൊടുക്കും. അല്ലാണ്ട് ഇത് സംസാരിക്കുന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ല അവിടെ ശരിക്കും. അല്ല, പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ BJPയുടെ പല നേതാക്കളും ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ അവർ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് മുമ്പിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ ആങ്കറോടെ ചേർന്ന് അവരെ പരാജയപ്പെടുത്തും. TGയെ പലപ്പോഴും അങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. TG ഒരു BJPയുടെ വക്താവെന്നോ അല്ലെങ്കിൽ RSSൻ്റെ വക്താവെന്നോ നിലയിലല്ല പോകുന്നത്. പക്ഷേ എങ്കിൽ ആ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ്. പക്ഷേ TGയുടെ വായ അടച്ചു കെട്ടാൻ ഇവർക്ക് പലപ്പോഴും പറ്റില്ല. TG വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ടുള്ള മറുപടി നൽകില്ല. TG പലപ്പോഴും ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മാത്രമല്ല RSSൽ തന്നെ അദ്ദേഹം ഒരു വിമത സ്വഭാവം പുലർത്തുന്ന ഒരാളാണ്. അങ്ങനെ BJP നേതാക്കളെ പോലും അങ്ങനെ വിമർശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹവും അതേപോലെ തന്നെ ആങ്കർമാരും തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും. അല്ല, നമ്മൾ ചാനൽ ചർച്ചയെ കാണുമ്പോൾ തന്നെ അത്ര നല്ലതല്ല. കാരണം ആങ്കറുടെ മുഖം മാറുന്ന നമുക്കറിയാം. കാരണം TG വളരെ പതിഞ്ഞ സ്വരത്തിൽ സൗമ്യമായി സംസാരിക്കുന്നത്. ചിലർ വളരെ ഒച്ചത്തിൽ ഡെസ്കിലടിച്ച് സംസാരിക്കും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ സമാധാനത്തോടെ പറയുമെങ്കിൽ അവൻ്റെ കയ്യിൽ മരുന്നുണ്ടെന്നും മേശമേലെ അടിച്ച് ബഹളം വെക്കുന്നതിന് മരുന്നില്ലെന്നും ഒരു അർത്ഥം കൂടെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, സ്വാഭാവികം. ഒച്ച വെക്കുന്ന പാത്രങ്ങളൊക്കെ മിക്കവാറും ടിൻ ഡ്രംസ് ഒക്കെ പോലെയാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയോ പ്രാധാന്യമില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന അവർക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് ശരിക്കും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഈ ആങ്കർമാരെങ്ങനെയാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. കുഴപ്പമുണ്ടാകാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വീക്ഷണത്തിൽ അങ്ങനെ. കാരണം പുള്ളിയാരുമായിട്ട് അങ്ങനെ ശണ്ട ഉണ്ടാക്കുന്ന ഒരു കക്ഷിയല്ല. അത് മാഷ് അറിയാത്തോണ്ടാണ്. ഇനി ഞാൻ ചാനലിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയാം, കൃത്യമായിട്ട് ആങ്കർമാർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതായത് ഒരു ചാനലിൻ്റെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ആര് ചർച്ചയിൽ പങ്കെടുക്കണം, എനിക്ക് ആരൊക്കെയാണ് താല്പര്യം, ഞാനാണ് എൻ്റെ ഷോ ആണെങ്കിൽ ഞാൻ ഇന്ന ആളുകളെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും ചാനലിൽ. ആ വ്യക്തിയോട് പറയും, അപ്പോൾ A കിട്ടിയില്ലെങ്കിൽ ബിയെ കിട്ടിയില്ലെങ്കിൽ സിയും കിട്ടിയില്ലെങ്കിൽ D, എങ്കിലും അവിടെ TGയെ വേണ്ട എന്ന് പറയുന്ന ആങ്കർമാരെ എനിക്കറിയാം. കാരണം അവർക്ക് TGയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. മറ്റേടത്ത് കാരണം TG ഞാൻ പറഞ്ഞില്ല, ഈ ധാർഷ്ട്യമല്ല അവിടെ കാണിക്കുന്നത്, വസ്തുതകളെ കൃത്യമായിട്ട് പറഞ്ഞ് ഇന്നതാണെന്ന് പറയും. TG എന്ന് പറഞ്ഞാൽ TG പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ല, പക്ഷെ TGയെ പ്രതിരോധത്തിലാക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് പല ആങ്കർമാരും TG ഒഴിവാക്കും. അങ്ങനെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന പല ആളുകളെയും CPMൽ നിന്നായിക്കോട്ടെ, കോൺഗ്രസിൽ നിന്നായിക്കോട്ടെ, BJPയിൽ നിന്നായിക്കോട്ടെ ചില ആങ്കർമാർ ഒഴിവാക്കുക തന്നെ ചെയ്യും. മറ്റു ചിലർ ഇതേ ഗസ്റ്റുകളെ സ്വീകരിക്കും. കാരണം തനിക്കല്ല പ്രാമുഖ്യം, ചർച്ചയ്ക്കാണ് വ്യൂവേഴ്സ് വേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം പ്രത്യേകിച്ചുള്ള കാര്യം എന്ന് അറിയാം, സോഷ്യൽ മീഡിയ വളരെ വ്യാപകമാണ്. വിപുലമായ രീതിയിൽ ഇപ്പം നമ്മൾ ഉൾപ്പെടെ കൃത്യമായിട്ട് വാർത്തകൾ എടുത്ത് വിശകലനം ചെയ്യും, ഇഴകീറി പരിശോധിക്കും എന്നൊക്കെ പറയുന്നവരാണ്. അപ്പോൾ ആ ചാനൽ ചർച്ചയിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളെ പോലും നമ്മൾ വിമർശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഇവിടെ ഇപ്പം TG അറസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച ഏതാണ്ട് രാവിലെ മുതൽ തന്നെ, അതായത് അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ തന്നെ എല്ലാ ചാനലിൻ്റെയും ആങ്കർമാർ പറയുന്നുണ്ട്, വിഷം വമിക്കുന്ന വാക്കുകൾ ഇപ്പോഴുമുണ്ട്, വിഷം വമിക്കുന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തില്ല, ആഭ്യന്തര വകുപ്പ് ഇതെന്താണ് ചെയ്യുന്നത്. അതായത്
അതായത് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് മേൽ വലിയൊരു സമ്മർദ്ദം. നിങ്ങൾ TG അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് RSS ചായ്വ് ഉള്ളതുകൊണ്ടാണ്, നിങ്ങളുടെ പോലീസിനുള്ളിൽ RSSകാർ കടന്നു കയറിയുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ കോടതിയിലേക്ക് ഇത് എത്തുമ്പോൾ പല കാര്യങ്ങളും ജാമ്യം നിഷേധിക്കുന്ന വകുപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പോലീസിന് എങ്ങനെയെങ്കിലും TG റിമാൻഡ് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇത്രയും പ്രായമുള്ള ഒരാളാണെന്നും 10 ദിവസമായിട്ട് ഒളിവിൽ പോയില്ലെന്നും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചില്ലെന്നും ഇനിയും കേസുമായി സഹകരിക്കാമെന്നും എല്ലാം TG കോടതിയിൽ വളരെ വ്യക്തമായിട്ട് അറിയിച്ചു. അതിന് മറ്റൊരു കാരണം അദ്ദേഹം ഒരു നിയമ ബിരുദധാരി കൂടിയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. ഞാൻ നേരിട്ട് TG എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചുകൂടാ. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാതെ FIR ഇട്ടിരുന്നു എനിക്കെതിരെ, അതുകൊണ്ട് ഞാൻ കോടതിയിൽ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ന്യായാധിപൻ ചോദിക്കും, അല്ല നിങ്ങൾക്ക് നിയമവിരുദ്ധം ഇല്ലേ, നിങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കരുത്, FIR ഇട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ വല്ലാതെ ചൂളിപ്പോവും എന്നാണ് പറഞ്ഞത്. അത് അറിവുള്ള ഒരാളുടെ എന്താ പറയുന്നത് സത്യസന്ധമായ നിലപാടാണ്. ഇവിടെ ചാനലുകളെല്ലാം കൂടെ ആക്രോശിച്ചപ്പോൾ സത്യത്തിൽ TG അറസ്റ്റായി. പിറ്റേ ദിവസം TGക്ക് ജാമ്യം കിട്ടില്ല, TG ഇത് റിമാൻഡ് ചെയ്യാൻ പോകുന്നു. ഈ രീതിയിൽ വലിയ ചർച്ചകൾ നടത്തി. എന്തിന് വഞ്ചൂർ കോടതിയുടെ പരിസരത്ത് CPMൻ്റെയും DYFൻ്റെയും ആളുകൾ പ്ലക്കാർഡുമായിട്ട് അല്ലെ ബാനറുമായിട്ട് അവിടെ ധൈര്യമായിട്ട് തയ്യാറായിരുന്നു. കാരണം TGയെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റിമാൻഡ് ചെയ്യുമ്പോൾ വലിയ ബഹളം ഉണ്ടാക്കാൻ. സത്യത്തിൽ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ചില ആളുകൾക്കെതിരെ ചാനലിലെ ആക്രമണ താല്പര്യമില്ലെങ്കിൽ അവർ കൂട്ടത്തോടെ ആക്രമിക്കും. ഒരു 5-6 പേര് ഒന്നിച്ച് ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ നമ്മുടെ നാട്ടിൽ ആർക്കും കഴിയില്ല. ഇതൊരു വസ്തുതയല്ലേ? അല്ലേ, നമ്മളുടെ ഇവിടെ ഈ എന്താണ് കോലാഹലങ്ങളും ബഹളങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പിന്നെ മുഖ്യധാര മീഡിയയിലും ഒക്കെ വരുന്ന വാദങ്ങൾക്ക് വളരെയധികം ശക്തി ലഭിക്കാറുണ്ട്. അത് സത്യസന്ധമായാലും ഇല്ലെങ്കിലും. കാരണം പ്രചരണങ്ങളിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാനായിട്ട് കഴിയും എന്ന് ഈ ലോകം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം TG ഉപയോഗിച്ച വാക്കുകളെന്ന് പറയുന്നത് പൊതുവിൽ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തന്നെയാണ് RSS എന്ത് ചെയ്ത് അത് ഷോൾഡർ ചെയ്യാൻ തയ്യാറായില്ല. കാരണം അത്തരം കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് അവർക്ക് പറയേണ്ടി വന്നതുകൊണ്ടാണ്. TGയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് തെറ്റുപറ്റി എന്ന് മജിസ്ട്രേറ്റിന് പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും പിന്നെ 3 ദിവസം വീണ്ടും ചോദ്യം ചെയ്യുന്ന സമയത്ത് ഹാജരാകണം എന്നെല്ലാം പറഞ്ഞു. തെറ്റുപറ്റിയെന്നായിരിക്കില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അത് ആർജോ, കാരണം ചെയ്ത കാര്യം ആ വീഡിയോ അവിടെ കിടക്കില്ല, അത് തെറ്റല്ലല്ലോ. ഞാൻ തെറ്റോ ശരിയോ എന്നുള്ളത് കോടതി കണ്ടുപിടിക്കട്ടെ, അല്ലെ? ഞാൻ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് പിന്നെ നിഷേധിച്ചില്ല, അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് അദ്ദേഹം. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മാഷി പറഞ്ഞ അതേ രീതിയിലാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. TG ഇതാ കുറ്റം സമ്മതിച്ചു, TG തെറ്റേറ്റു പറഞ്ഞു. അതാണ് പ്രശ്നം. TG പറഞ്ഞത് എന്താണ്, ഇതെന്താ നമ്മൾ കോടതിയിൽ നിന്ന് കേട്ടില്ല. പക്ഷേ ഇതിനാണ് സാധ്യത. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ചാനൽ ചർച്ചകളുടെ ഈ പറയുന്ന നിലവാരം തകർന്നു പോയതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ പങ്കെടുപ്പിക്കുന്നില്ല. അപ്പോൾ മാഷ് എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഈ ചർച്ചയിൽ ഇപ്പോൾ പോകാത്തത്? കാരണം എനിക്ക് തന്നെ അത് അരോചകമായി പോകുന്നു എന്ന് മാഷ് തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ? അതുണ്ട്. നമ്മൾ മാത്രം പ്രശ്നമല്ല അത് കേൾക്കാനിരിക്കുന്നവർക്കും അത് അരോചകമാണെന്ന് തോന്നുന്നുണ്ട്. ചർച്ചകൾ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട് നിലവാരമുള്ളതായിട്ട് മാറിയാൽ മാത്രമാണ് നമുക്കതിനെയൊക്കെ ന്യായീകരിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എന്ന് വെച്ച് നമ്മൾ തീരെ പോകാതിരിക്കുമല്ലോ, അപ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷെ നേരത്തെ അങ്ങനെയല്ല. നമ്മളതിനകത്ത് വളരെ നമ്മൾ അതിൻ്റെ ഭാഗമായി നിന്നാലും മുഴുകി ആ ചർച്ചയിലേക്ക് പങ്കെടുക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനത്തെ താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ ചർച്ചകൾക്ക് ചില പരിമിതികൾ വളരെ കൂടുതലായിട്ടുണ്ട്. ആ പരിമിതികളാണ് നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ശരി.